നമസ്കാരം. കേരളത്തിലെ CPM ആകെ പരിഭ്രാന്തി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഒരു പാട്ട് CPM സ്വൈര്യം കെടുത്തിയിരിക്കുന്ന അവസ്ഥയിൽ CPM ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഹൈന്ദവരുടെ മതവികാരം വ്രണപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ CPM പറയാൻ തുടങ്ങിയിരിക്കുന്നു. സാധാരണഗതിക്ക് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ആളുകളാണ് CPM എന്ന് പറയുന്നത്. ഹൈന്ദവരുടെ മതവികാരത്തെ പ്രത്യേകിച്ച് CPM ഏതൊക്കെ തരത്തിൽ വ്രണപ്പെടുത്തിയിട്ടുണ്ട്, അതിനെ ഏതൊക്കെ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ CPM സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോറ്റിയെ കേറ്റിയെ സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, സ്വർണം ചെമ്പായി മാറ്റിയ തുടങ്ങിയ ആ ഒരു തുടങ്ങുന്ന ആ വരികൾ ഏറ്റവും വൈകാരികമായിട്ട് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലേക്കുള്ള ആ വരികൾ, അയ്യപ്പ ഭക്തന്റെ ഉള്ളിലേക്ക് അയ്യപ്പനോടുള്ള എല്ലാ ഭക്തിയും എടുത്ത് അവിടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി പോകുന്ന കോടിക്കണക്കിന് ഭക്തരുടെ ഉള്ളിൽ രോക്ഷമുണ്ടാക്കുന്ന തരത്തിലുള്ള വരികളാണ് ഈ വരികൾ എന്ന് പറയുന്നത്. അത് ഒരിക്കലും അയ്യപ്പനെതിരായിട്ടുള്ള വരികളോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്കോ ഹൈന്ദവതയിൽ വിശ്വസിക്കുന്ന ആ മതവിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു പാട്ടോ അല്ല. പക്ഷേ ആ പാട്ട് ശബരിമലയിലെ സ്വർണം കട്ട് ആ ശബരിമലയിലെ സ്വർണം അന്താരാഷ്ട്ര കൊള്ള സംഘത്തിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് പോലും കൂട്ടുനിൽക്കേണ്ടി വരുന്ന രീതിയിലേക്ക് അവിടെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിൽ CPM നിയമിച്ചിട്ടുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ദേവസ്വം വകുപ്പ്, ഇവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് നടത്തിയ ആ കൊള്ള എന്ന് പറയുന്നത് ചില്ലറ കൊള്ളയല്ല. മുരാരി ബാബു എന്ന് പറയുന്ന കാട്ടുകള്ളനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 7 പൊന്നാനെ അടിച്ചുമാറ്റാൻ ശ്രമിച്ച, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആനകളുടെ ചിലവിൽ നിന്ന് പണം തട്ടിച്ച, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഈ ഭഗവാന്റെ സ്വന്തം, അതായത് ഭഗവാന്റെ നടക്കുള്ള വാതിൽ നിർമ്മിക്കാൻ വേണ്ടി വനം വകുപ്പിൽ നിന്ന് തേക്ക് വാങ്ങി അത് സ്വന്തം വീട്ടിനകത്തേക്ക്, സ്വന്തം വീടിന്റെ തേക്കിലും പിന്നെ ജാലകത്തിനും വാതിലിനും ഒക്കെ കൊണ്ടുകയറ്റിയ മുരാരി ബാബുവിനെ പോലെ CPMന്റെ അടിമയായ ഒരാളെ വിജിലൻസ് കണ്ടെത്തിയിട്ടും വിജിലൻസ് തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ടും അയാളെ അടക്കം ശബരിമലയിലേക്ക് ക്രോപ്പ് ചെയ്തുകൊണ്ട് ഒരു വലിയ തട്ടിപ്പിന് കളം ഒരുക്കിയിട്ടുള്ള CPMന്റെ സ്വന്തം വാസുവും പത്മകുമാറും അതുപോലെ തന്നെ CPMന്റെ തന്നെ മുരാരി ബാബുവും അങ്ങനെ ഒരുപാട് ആളുകൾ കൂട്ടമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ കൊള്ള, ആ കൊള്ളയെ പറ്റി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ് പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന ഗാനം. ആ ഗാനം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഇലക്ഷനിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDFും BJPയും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ഏറ്റെടുത്ത ഒരു ഗാനമായിരുന്നു ഈ പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന ഗാനം. ആ ഗാനം CPMന് ചില്ലറയല്ല തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ CPM ഇപ്പോൾ പുതിയൊരു തന്ത്രവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇത് മതവിശ്വാസത്തെ ഹനിക്കലാണ്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ അപകീർത്തിപ്പെടുത്തലാണ്. ഈ പാട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു പാരഡി ഗാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംരക്ഷണ സമിതിയുണ്ട്. ആ സംരക്ഷണ സമിതിയുടെ നേതാവ്, ആ നേതാവിന്റെ പേര് ഞാൻ പറയാത്തത് വെറുതെ അയാൾക്ക് നമ്മൾ വെറുതെ ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ട അധികാരിയാണ്. ഇവരൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഹർജിയാണ്. ഇതിന്റെ പിന്നിൽ CPM പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഹർജിയാണ്. അങ്ങനെ ഒരു പാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി, പക്ഷേ തിരുവാഭരണ പാത സംരക്ഷണ സമിതി പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരാതിയിൽ ഒരു പങ്കാളിത്തവുമില്ല, ഒറ്റയ്ക്ക് കൊണ്ടു കൊടുത്തതാണ് ഹർജി, ഒരു പൊതു താല്പര്യമല്ല, സ്വന്തം താല്പര്യത്തിന് പുറത്ത് കൊണ്ടു കൊടുത്തതാണ് ഹർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിലുള്ള ഒരു മഹാൻ കൊണ്ടു കൊടുത്ത ഒരു ഹർജി, ആ ഹർജി DGP തന്നെ സ്വീകരിക്കുന്നു. ഉടനെ തന്നെ DGP ആ ഒരു പാരഡി പാട്ടിന് മുകളിൽ അത് എഴുതിയ, അത് പാടിയ, അത് സംഗീതം ചെയ്ത ആളുകൾക്കെതിരെയൊക്കെ കേസെടുക്കുന്നു. അതിന് CPMന്റെ സപ്പോർട്ട് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിക്ക് പോലും ഈ പാട്ടിനോട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നോക്കണം, കോഴിക്കോട് നാദാപുരത്തുള്ള GP കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. 600-ലേറെ പാട്ടുകൾ എഴുതി, 600-ലേറെ കവിതകളും പാട്ടുകളും ഗാനങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ആ മനുഷ്യൻ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ പറയുന്ന പോലെ പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന പാരഡി ഗാനം. വളരെ മനോഹരമായ പാരഡി ഗാനം, ഒന്നും പറയാനില്ല, ഒരു കുറ്റവും പറയാനില്ല. അങ്ങനെയുള്ള ഒരു ഗാനം നേരെ ഡാനിഷ് മുഹമ്മദിന്റെ കൈകളിലേക്ക് എത്തുന്നു. ഡാനിഷ് മുഹമ്മദും അതുപോലെ അത് പാടിയ മറ്റൊരു കലാകാരനുണ്ട്. ഇവരൊക്കെ തന്നെ ഒരുമിച്ച് ഒരു കൂട്ടമായി നിന്നുകൊണ്ട് ഈ പാട്ട് കൃത്യമായി രൂപപ്പെടുത്തിയെടുത്ത് അത് ആളുകളിലേക്ക് ഇറക്കുകയായിരുന്നു. പക്ഷേ CPMന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, CPM ഈ പാട്ട് എഴുതിയത് ഒരു ന്യൂനപക്ഷത്തിലുള്ള ആൾക്കാരായതുകൊണ്ട്, അതായത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളായതുകൊണ്ട് ആ രീതിയിൽ ഹിന്ദു വിഭാഗത്തിന്റെ
അയ്യപ്പന്റെ വിഭാഗം അല്ലെങ്കിൽ മതവിശ്വാസത്തെ ഹനിക്കുന്നു, അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നു, അവരെ പരിഹസിക്കുന്നു, ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ പരോക്ഷമായി CPM ശ്രമിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ CPM പറയുന്നു ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതാണ് കേരളം മൊത്തം പാടി നടന്നത്, ഇത് ശരിയല്ല. സത്യത്തിൽ എന്താണ് പിന്നെ പാടി നടക്കേണ്ടത്? അയ്യപ്പൻ എങ്ങനെയാണ് ഈ ഒരു പാട്ടിനോട് ഒരു ബുദ്ധിമുട്ട് തോന്നുക? ആരാണ് അയ്യപ്പനെ ബുദ്ധിമുട്ടിലാക്കിയത് അല്ലെങ്കിൽ അയ്യപ്പനോട് നിന്ദ കാണിച്ചത്? അയ്യപ്പന്റെ സ്വർണം കട്ടള വരെ അടിച്ചുകൊണ്ട് പോകാൻ നോക്കിയ ആൾക്കാർ. അയ്യപ്പന്റെ കട്ടള, അയ്യപ്പന്റെ മേൽക്കൂര, അയ്യപ്പന്റെ രുദ്രാക്ഷം, അയ്യപ്പന്റെ സ്വർണം പൊതിഞ്ഞ രുദ്രാക്ഷം, അതുമായി സ്വർണം പൊതിഞ്ഞ ശിലാപലകത്തിൽ ഊന്നിയിട്ടുള്ള വലിയൊരു ഒരു വടിയുണ്ട്, അയ്യപ്പന്റെ ദണ്ട്, യോഗദണ്ട് എന്ന് പറയുന്നത്. ആ യോഗദണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടുപോയി ഒരു നാണവുമില്ലാതെ മറച്ചു വെക്കാൻ ശ്രമിച്ച ആളുകൾ. അതുപോലെ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് കൊടിമരവും ഇലയും ഉണ്ടായിരുന്നു. ആ കൊടിമരവും ഇലയും 28ഓളം സ്വർണ്ണ ഇലകൾ ഉണ്ടായിരുന്നിടത്ത് 4ഓളം ഇലകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഇലകൾ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അത് ഇലയല്ലേ, സ്വർണ്ണ മരത്തിന്റെ മുകളിലുള്ള ഇലയല്ലേ, അത് കാറ്റത്ത് കൊഴിഞ്ഞു പോയി എന്ന് അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ പരിഹാസ രൂപേണ പറഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതെന്തായാലും അതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. പക്ഷേ അങ്ങനെ അതൊക്കെ എടുത്ത് മോഷ്ടിച്ച് പത്മകുമാർ മകന് സ്വന്തം നിലയിൽ എടുത്തു കൊടുത്ത് അത് ഇതിന്റെ പ്രവർത്തനങ്ങൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മൾ കാണാത്ത കേൾക്കാത്ത തരത്തിലുള്ള തട്ടിപ്പുകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ മൊത്തമായിട്ട്, അയ്യപ്പൻ നക്ഷത്രങ്ങളിൽ മാത്രമല്ല ദേവസ്വം ബോർഡുകളിൽ മൊത്തമായിട്ട് വലിയ തരത്തിലുള്ള അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്വർണ്ണമായിക്കോട്ടെ, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല, അയ്യപ്പ ക്ഷേത്രത്തിൽ, അതായത് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രമല്ല, തൃപ്പൂണിത്തറ പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ബാലുശ്ശേരിക്കോട്ട, കോഴിക്കോട്ടെ ബാലുശ്ശേരിക്കോട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. തൃശ്ശൂരം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ, ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്ന കൊള്ള, അത്തരം കൊള്ളയെ എല്ലാം ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഗാനമായിട്ട് ഈ എഴുതിയ ഒരു പാട്ടിനെ ഇവർ ഇങ്ങനെ ഭയപ്പെടുകയാണ്. ഇതേ ആളുകളാണ് പലപ്പോഴും പറയുന്നത് ഇത് ഈ നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തുറന്നെതിർക്കുന്ന, മതത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ എതിർക്കുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആരെങ്കിലും മതവിശ്വാസങ്ങളെ ഹനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെ രംഗത്തെത്തുന്ന പാർട്ടിയാണ് CPM. അതേ CPM ഇപ്പോൾ അവർക്ക് നേരെ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ മതവിശ്വാസത്തെ ഹനിക്കുന്നു എന്ന രീതിയിൽ പരാതി ഉണ്ടാക്കാനും ആ പരാതിയുടെ പുറകെ പോകാനും ആ പരാതിയിൽ നടപടിയെടുക്കണമെന്ന് പറയാനും ഒക്കെ ഉള്ള രീതിയിലേക്ക് CPM മാറിയിരിക്കുന്നു. ഇത് CPMന്റെ സൈബർ അണികളിൽ തന്നെ വലിയ തരത്തിലുള്ള ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഡാനിഷ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഇതിന്റെ എഴുത്തുകാരൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനും അവരെ ഇത് പുറത്തുവിട്ട സൈറ്റുകളിൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, യൂട്യൂബ് ചാനലുകൾ, ഇതിലെല്ലാം നിന്ന് തന്നെ ഈ ഗാനം പിൻവലിക്കാനും ഇതിലൊരു ഭയം ജനിപ്പിക്കാനുമുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇവർക്ക് എന്താണ് ഇതിനുള്ള അർഹത എന്ന് ആണ്. ഈ അർഹത വളരെ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് M സ്വരാജ് എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും ബുദ്ധി കൂടിയ നേതാവ് എന്നൊക്കെ അവകാശപ്പെടുന്ന നേതാവുണ്ടല്ലോ, ആ നേതാവ് പറഞ്ഞത് അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടന്ന മാളികപ്പുറത്ത് അമ്മയ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ അയ്യപ്പന് നേരെ ഉന്നയിച്ച, ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയ അയ്യപ്പന്റെ കല്യാണം എന്ന് പറയുന്ന അയ്യപ്പന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഈ പറയുന്ന സ്വരാജ്. ആ സമയത്ത് ഇവർക്ക് വിവാദം അല്ലെങ്കിൽ ഈ പറയുന്ന മതവികാരം വ്രണപ്പെടുത്തൽ ഉണ്ടായില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ ദൈവങ്ങളില്ല, ദൈവം എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് സ്വരാജ് നടത്തിയൊരു ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിനും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നതാണ്. അന്നൊന്നും CPMന് പരാതിയില്ല. നേരെ മറിച്ച് ഇപ്പുറത്തെടുത്താൽ, അതായത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ, അയ്യപ്പന്റെ ഒരു പെൺകുട്ടിയുടെ തുടയെടുക്കിലൂടെ ആർത്തവരക്തം ഒലിച്ചിറങ്ങുന്നു. അതിലൂടെ അയ്യപ്പന്റെ വിഗ്രഹം പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് അയ്യപ്പനെ ആ ശബരിമല യുവതീ പ്രവേശന സമയത്തെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ SFI ആവിഷ്കരിച്ച് ചിത്രീകരിച്ചു വെച്ച ഒരു ശബരിമല യുവതീ പ്രവേശനത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ചിത്രമുണ്ടായിരുന്നു. അതിൽ അയ്യപ്പനെ അവഹേളിച്ചത് ഏത് രീതിയിലാണ്? ആ സമയത്ത് അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം, പുരോഗമനം, അതൊന്നും ഒരു തരത്തിലും ആരെ ബാധിക്കുന്നില്ല, ഈ പറയുന്ന മതത്തെ വ്രണപ്പെടുത്തുന്നില്ല. അതൊക്കെ CPMന് സപ്പോർട്ടാണ്. മാത്രമല്ല സരസ്വതി ദേവിയുടെ, നമ്മുടെ ദേവിമാരിൽ വിദ്യയുടെ ദേവിയായിട്ട് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്തിയോടെ സ്മരിക്കുന്ന, സാക്ഷാൽ ലളിതാംബികയായിട്ടുള്ള മൂകാംബികാദേവിയായി നമ്മൾ ആരാധിക്കുന്ന സരസ്വതി ദേവിയുടെ നഗ്ന ഫോട്ടോ വരച്ചു വെച്ച ആളുകളാണ് ഈ പറയുന്ന SFI എന്ന് പറയുന്നത്.
അങ്ങനെ മാഗസീനിൽ SFI വരച്ചു വെച്ച സരസ്വതി ദേവിയുടെ നഗ്ന ഫോട്ടോ വരച്ചിട്ട് അതൊരു സമരമാർഗമാണ് എന്ന് പ്രഖ്യാപിച്ച് അതിനെ അനുകൂലിച്ച് ഈ പറയുന്ന പുരോഗമനത്തിന്റെ വലിയ വാതായനങ്ങൾ ചർച്ചകൾ കൊണ്ട് തുറന്നിട്ട SFI ആ സമയത്ത് CPM പറഞ്ഞിരുന്നത് അത് പുരോഗമനത്തിന്റെ ഏടാണ്, അത് പുരോഗമനമാണ്, അത് വിമർശനത്തിന്, മതത്തെ വിമർശിക്കുന്നതിലപ്പുറത്തേക്ക് മതവിമർശനത്തിന് ഒരു പ്രശ്നവുമില്ല, മതത്വ വിമർശനത്തിന് അപ്പുറത്തേക്ക് അത് കൃത്യമായ ചില നിലപാടുകളാണ് എന്നൊക്കെ തോന്നിവാസം പറഞ്ഞ ആളുകളാണ് ഈ CPM എന്ന് പറയുന്നത്. അന്ന് അവർക്ക് ഈ മത വ്രണപ്പെടുത്തലോ അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുമെന്നുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് നേരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഇവരുടെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആണ് ഭയം തുടങ്ങിയത്. ഇതിൽ യഥാർത്ഥത്തിൽ അയ്യപ്പനെതിരെയോ ഹിന്ദുക്കൾക്കെതിരെയോ ആർക്കെതിരെയും ഒരു വരി പോലുമില്ല. എന്താണ് ഇതിൽ വരിയിലുള്ളത് സാക്ഷാൽ അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകൾക്കെതിരെയുള്ള പ്രശ്നമാണ്. അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകളോടുള്ള ജനങ്ങളുടെ രോക്ഷത്തെയാണ് ഇതിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഭക്തന്മാർക്ക് പൊള്ളിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൊള്ളിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അത് അയ്യപ്പ ഭക്തന്മാർക്കോ ഹൈന്ദവ ഭക്തന്മാർക്കോ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ പൊള്ളിയത് പിണറായി ഭക്തന്മാർക്കാണ്. പിണറായി ഭക്തന്മാരുടെ നെഞ്ചും കൂടി കലങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്കുമില്ലാത്ത രീതിയിൽ ഈ കള്ളക്കേസ് എടുത്ത് ഇവരെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഇതിന്റെ നിയമവശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജായിട്ടുള്ള കമാൽ പാഷി ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധർ പറയുന്നത് ഒരു പാരഡി ഗാനം എഴുതി കഴിഞ്ഞാൽ ആ പാരഡി ഗാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരാളെ അപമാനിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തെ തമ്മിലടുപ്പിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഗാനത്തിനാണ് പ്രശ്നമുള്ളത്. ഇതിൽ അത്തരത്തിലുള്ള ഒരു വിഷയവുമില്ല. ഇതൊരു നെറുകേടിനെതിരെയുള്ള ഒരു പാട്ടാണ്. ഇതിൽ അയ്യപ്പനെ അവഹേളിക്കുന്നില്ല, ഹൈന്ദവരെ അവഹേളിക്കുന്നില്ല, ഒരു തരത്തിലും ഒന്നും പറയാനില്ലാത്തൊരു ഗാനത്തെ മതസ്പർദ്ധ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് എടുക്കാൻ പോലീസിന് എങ്ങനെ സാധിച്ചു? കള്ളക്കേസാണ്, പച്ചയ്ക്ക് പറഞ്ഞാൽ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് പോലീസ്. അങ്ങനെ ഒരു വകുപ്പ് നിലനിൽക്കില്ല. ഇത് ഹൈക്കോടതിയിലോ ഒരു കോടതിയിലോ നിലനിൽക്കാത്ത കാര്യമാണ്. അവിടെ ഇവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഈ കള്ളക്കേസുകൾ എടുത്ത് ആളുകളെ ഭയപ്പെടുത്താൻ ശ്രമിക്കണ്ട എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നത്. എന്തായാലും BJP പോലും ഏറ്റെടുത്തൊരു സോങ്, BJPയും കോൺഗ്രസും ലീഗും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള മറ്റു വിശ്വാസികളും ഒക്കെ ഒരേപോലെ ഏറ്റെടുത്ത സോങ്, ഈ ഡാനിഷ് മുഹമ്മദ് എന്ന് പറയുന്ന ആളെയും ഇത് എഴുതിയ ആളുകളെയും ഇതിന്റെ പിന്നിൽ പിടിച്ച ആളുകളെയും ഒക്കെ എല്ലാവരും രാഷ്ട്രീയ മതഭേദമന്യേ ഭക്തന്മാരൊക്കെ ഒരുമിച്ച് ചേർത്ത് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സോങ്, അതിനെയാണ് ഇവർ ഈ രീതിയിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കൃത്യമായി അവലോകനം ചെയ്യപ്പെടും, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്.